ഇന്ന് ഞാൻ വന്നേക്കുന്നത് കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ എങ്ങനെയാണ് എന്റെ വെയിറ്റ് കുറച്ചതെന്നുള്ള ആ ജേണീനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കഴിച്ചിരുന്ന ഫുഡിനെ പറ്റിയിട്ട് എന്റെ ഡയറ്റിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഞാൻ കഴിച്ചിരുന്ന ഫുഡ് എന്താ എങ്ങനെ കഴിച്ചിരുന്നൊക്കെ അതിനെ പറ്റിയിട്ട് കുറച്ചൊന്നും സംസാരിക്കാം കേട്ടോ. അപ്പൊ ആരെങ്കിലും എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ എന്റെ പേര് മനീഷ. അപ്പൊ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ എണീറ്റതിന് ശേഷം വർക്കൗട്ട് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വർക്കൗട്ട് ചെയ്ത ആപ്പ് ഉപയോഗിച്ചെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. പിന്നെ ആപ്പ് ഉപയോഗിച്ചിട്ട് മാത്രമല്ലല്ലോ, ഞാൻ കുറച്ചും കൂടെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ടും അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഫുഡ് എന്താ കഴിച്ച എങ്ങനെ കഴിച്ചെന്നൊക്കെ നോക്കട്ടെ. അപ്പൊ എണീറ്റ് വഴിക്ക് ഫസ്റ്റ് കുടിച്ചിരുന്നത് ഞാൻ പറഞ്ഞില്ല അയമോദകം. ഈ അയമോദകം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ജീരകം പോലെ തന്നെ അതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു സാധനം. കുറെ പേർക്ക് അത് എന്തിട്ടൊന്നും അറിയില്ല. ഞാനും ആ ടൈമിലാണ് ഇത് ആദ്യമായിട്ട് കേൾക്കണത്. അപ്പൊ അയമോദകം തിളപ്പിച്ചിട്ട് വെള്ളം കുടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് ഇട്ടിട്ട് ആരും ചോദിച്ചിട്ടുണ്ടായിരുന്നു തിളപ്പിച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാന്ന്. അപ്പൊ വെള്ളം നന്നായി തിളപ്പിച്ചിട്ട് ആറിയതിനു ശേഷം നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു ചൂടോട് കൂടി കുടിക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നല്ലോണം തണുത്തിട്ട് കുടിച്ചാലും മതി. ചൂടോടെ കുടിക്കേണ്ടതായിരിക്കും അതിന്റെ ടേസ്റ്റിന് നല്ലത്. വല്ലാണ്ട് തണുത്തതിന് കുടിക്കാനും വേണ്ടില്ല. അത്ര നല്ല ടേസ്റ്റ് ഉള്ള സാധനം ഒന്നല്ല. പക്ഷെ നമുക്ക് ഡെയിലി കുടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ സെറ്റാവും. ജീരവെള്ളം കുടിക്കുന്ന പോലൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ വെള്ളം ആണ് ആദ്യം കുടിച്ചിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ആ വെള്ളം കുടിക്കാറ്. അത് കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ ട്രെൻഡിങ്ങിലായിരുന്ന ഒരു ഓവർനൈറ്റ് ഓട്സിന്റെ റെസിപ്പി ഉണ്ടായിരുന്നല്ലോ. ഞാൻ ആദ്യം 2-3 ദിവസം അത് നൈറ്റ് കഴിച്ചു നോക്കി. പക്ഷെ എനിക്ക് നൈറ്റ് അത് കഴിക്കുമ്പോ സെറ്റ് ആവുന്നില്ല. ഞാൻ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം കാലത്ത് അങ്ങനെ കഴിക്കുമ്പോ എന്തോ ഭയങ്കര കട്ടിയായിട്ടാണെന്ന് തോന്നുന്നു. എനിക്കത് സെറ്റ് ആവുണ്ടായിരുന്നില്ല. അപ്പൊ ഞാന് കാലത്ത് എന്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് പാലെടുക്കും. പാലിലേക്ക് പശുമ്പാലെടുക്കും. പാക്കറ്റ് പാലല്ല, പശുമ്പാല്. അതിലത്തെ പാട കഴിക്കില്ല കേട്ടോ. പാട മാറ്റിയതിന് ശേഷം ആ പാല് നന്നായി തിളപ്പിക്കുമ്പോ അതിലേക്ക് 2-3 സ്പൂൺ ഓട്സ്, അത് റോൾഡ് ഓട്സ് ഇല്ലേ, അതിട്ടിട്ട് നന്നായി കുറുകി വരുമ്പോ അതിലേക്ക് 2-3 ഡേറ്റ്സ് അതുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. ഞാൻ ഡേറ്റ്സ് ഉള്ളത് എന്താ വെച്ചാൽ ചെറിയൊരു മധുരം ഉണ്ടാവും. പിന്നെ ഡേറ്റ്സ് നല്ലതല്ല, വേറെ ഷുഗർ ഒന്നും എക്സ്ട്രാ കഴിക്കുന്നില്ലല്ലോ. അപ്പൊ 2-3 ഡേറ്റ്സ് അതിലേക്ക് ഇട്ടിട്ട് കുറുക്കിയെടുക്കും. അപ്പൊ നല്ല മധുരം ഉണ്ടാവും. പിന്നെ അത് നന്നായിട്ട് മിക്സ് ആയിട്ട് വരും. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, പിസ്ത, ബദാം എന്തുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഉള്ളതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അത് ഇട്ട് കൊടുക്കുക കൂടെ. എന്നിട്ട് അത് നന്നായി ഇളക്കി ചൂടാറാൻ വെക്കുക. ചൂടാറിയതിന് ശേഷം അതിലേക്ക് 2 സ്പൂൺ ചിയാ സീഡ് ഇല്ലേ, ചിയാ സീഡ് ആയാലും അധികം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 2 സ്പൂണ് ഞാൻ ഇടാറുള്ളൂ കേട്ടോ. 2 സ്പൂൺ, അത് വലിയ സ്പൂണ് 2 സ്പൂണ് ചിയാ സീഡ് ഇട്ട് കൊടുക്കും. അതിന്റെ കൂടെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫ്രൂട്ട്സ്, ഞാൻ നേന്ത്രപ്പഴം കഴിച്ചിരുന്നില്ല, ചെറുപഴം, അങ്ങനത്തെ ചെറുപഴം ഉണ്ടെങ്കിൽ അത്, അല്ലാന്നുണ്ടെങ്കിൽ ആപ്പിളോ പൈനാപ്പിളോ, നമ്മുടെ കയ്യിൽ ഏറ്റവും പെട്ടെന്ന് കിട്ടുന്നത് ഏത് ഫ്രൂട്ടാണോ സീസണൽ ആയിട്ടുള്ള ഫ്രൂട്ട് ഏതുള്ളതെന്ന് വെച്ചാൽ അത്, വാട്ടർമെലൺ ഉണ്ടെങ്കിൽ അത്, പോമഗ്രാനൈറ്റ് ഉണ്ടെങ്കിൽ അത്, നമ്മുടെ കയ്യിൽ നമുക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ഏതെങ്കിലും ഫ്രൂട്ട് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഉണ്ടെങ്കിൽ എപ്പോഴും ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പൊ ഈ ഫ്രൂട്ടും ഇട്ട് കൊടുക്കും. അതായത് ഓട്സ് പാലില് കുറുക്കിയിട്ട് അതിലേക്ക് ഈന്തപ്പഴം, ഡ്രൈ ഫ്രൂട്ട്സ് ഉള്ളത് ഇട്ട് കൊടുക്കുക, ചിയാ സീഡ് ഇട്ട് കൊടുക്കുക, പിന്നെ നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട്, ഇതാണ് എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ കഴിച്ചിരുന്നത്. ചിലവർ അതിൽ ഹണി ഒഴിക്കണത് കണ്ടിട്ടുണ്ട്. എനിക്ക് ഹണിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല. പിന്നെ പരമാവധി മധുരം ഒഴിവാക്കുക എന്നുള്ളതിൽ ഹണി ഞാൻ ഉപയോഗിച്ചിരുന്നില്ല കേട്ടോ. അപ്പൊ അതായിരുന്നു എന്റെ ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ലഞ്ചിന് മുന്നേ നമുക്കൊരു ടൈം കിട്ടുമല്ലോ, ഒരു 11 മണി 11:30 ആ ടൈം ആകുമ്പോൾ നമുക്ക് വിശക്കുകയാണെങ്കിൽ എനിക്ക് ഈ ഓട്സ് കഴിച്ചാൽ തന്നെ എനിക്കത് കുറച്ച് ഹെവിയാ, വയറ് ഫുള്ളായിരിക്കും, ഉച്ചവരെയൊക്കെ വിശക്കാതിരിക്കും. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ പെട്ടെന്ന് ഫുഡ് കുറച്ചു തുടങ്ങിയപ്പോ എനിക്കത് സെറ്റ് ആവുണ്ടായിരുന്നില്ല. അപ്പൊ ഇടനേരത്ത് വിശക്കുമ്പോ ഞാനൊരു എഗ്ഗ് ബോയിൽ ചെയ്തിട്ട് അതിന്റെ വൈറ്റ് മാത്രം കഴിക്കും കേട്ടോ. യെല്ലോ കഴിക്കാറുണ്ടായിരുന്നില്ല, വൈറ്റ് മാത്രം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് ഷുഗർ ഒഴിവാക്കാന്ന് പറയുമ്പോ അത് പെട്ടെന്ന് നമുക്ക് സെറ്റ് ആവില്ല. എനിക്ക് ഷുഗർ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ വല്ലാണ്ട് ഷുഗർ കഴിക്കാൻ തോന്നുമ്പോ ഈ പറഞ്ഞ പോലെ ഡേറ്റ്സ് എടുത്തിട്ട് 1-2 കഴിക്കും. അപ്പൊ ഷുഗർ കഴിച്ച പോലെ തോന്നുകയും ചെയ്യും. പിന്നെ നമുക്ക് വിശപ്പും കുറച്ച് കുറഞ്ഞ പോലെ തോന്നും. അങ്ങനെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ലഞ്ചിന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസ് കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞു റൈസ് കഴിച്ചത് കൊണ്ട് വണ്ണം കൂടും, റൈസ് ഒഴിവാക്കിയാലേ വണ്ണം കുറയും. അതുകൊണ്ടൊന്നല്ല,
റൈസ് ആവുമ്പോ എന്തായാലും നമ്മൾ നല്ലോണം ഉണ്ടാവും ഇവിടെ. അപ്പൊ ഒന്ന് കഴിച്ചിട്ട് മതിയായില്ലേ നമുക്ക് വീണ്ടും ഇന്നത്തെ ഒരു ദിവസമല്ലേ കുറച്ചും കൂടെ കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് വീണ്ടും എടുത്തിട്ട് കഴിക്കും. അപ്പൊ അങ്ങനെ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ റൈസ് ഒഴിവാക്കിയത്. റൈസ് ഒഴിവാക്കണം എന്ന് പറയില്ല. പിന്നെ കുറെ പേര് എന്റെ അടുത്ത് പറഞ്ഞിരുന്നു ഫീഡ് ചെയ്യുമ്പോൾ റൈസ് കഴിക്കാതിരിക്കാൻ പാടില്ല എന്ന്. പക്ഷെ എനിക്ക് റൈസ് ഒഴിവാക്കിയിട്ട് അങ്ങനെ ഫീഡിങ്ങിൽ അങ്ങനെ പ്രശ്നമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ റൈസ് കഴിച്ചിരുന്നില്ല. പകരം ഒന്നെങ്കിൽ ഗോതമ്പ് ദോശ, അല്ലെങ്കിൽ ചപ്പാത്തി, അല്ലെങ്കിൽ ഗോതമ്പിന്റെ പുട്ട്, അല്ലെങ്കിൽ ഓട്സിന്റെ പുട്ട്, അല്ലെങ്കിൽ റവ ഉപ്പുമാവ്. റവ ഡയറ്റ് ചെയ്യുമ്പോൾ നല്ലതാണോ അല്ലേന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ കഴിച്ചായിരുന്നു, എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അതിലെന്തെങ്കിലും ദോശയാണെങ്കിൽ 2 എണ്ണം, വലിയ ദോശയല്ല, ഒരു മീഡിയം സൈസിലുള്ള ദോശ 2 എണ്ണം, മീഡിയം സൈസിലുള്ള ചപ്പാത്തി 2 എണ്ണം, 2 or 3 കഴിക്കാം. ഞാൻ 2 എണ്ണമാണ് കഴിച്ചിരുന്നത്. അതിന്റെ കൂടെ കുക്കുംബർ ഒരു കുക്കുംബർ എടുത്താൽ ഞാൻ അതൊരു അത്യാവശ്യം വലിപ്പമുള്ളതാണെങ്കിൽ ഒരു 3 കഷ്ണാക്കിയിട്ട് വെക്കും. അതിലൊരു പീസ്. അപ്പൊ നമ്മൾ റൗണ്ട് ഇരിക്കാനും കുറച്ച് റൗണ്ട് ഇട്ടിട്ട് അരിയുമ്പോൾ ഒരു 6-7 കഷ്ണമൊക്കെ ഉണ്ടാവും. അതും ഒരു ക്യാരറ്റ് അല്ലെങ്കിൽ ഒരു ഹാഫ്, വലിയ ക്യാരറ്റ് ഒക്കെ ആണെങ്കിൽ ഹാഫ്, ചെറിയ ക്യാരറ്റ് ആണെങ്കിൽ ഒരു ക്യാരറ്റ്, അതും കൂടെ കഴിക്കും. പിന്നെ നമുക്ക് എന്ത് കറിയാണോ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് വെച്ചാൽ ആ കറി. പരമാവധി മീൻ വറുത്തത്, പപ്പടം വറുത്തത് അതൊക്കെ കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ നോക്കട്ടെ. ഈ എണ്ണയിൽ പൊരിച്ച സാധനം, പിന്നെ ഈ കൊണ്ടാട്ടം, അങ്ങനെ നമ്മൾ എണ്ണയിൽ വറുത്തെടുക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ പരമാവധി ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്ലസ് പിന്നെ റൈസിന്റെ കൂടെ നമ്മൾ എന്തെങ്കിലും ഉപ്പേരി ഉണ്ടെങ്കിൽ, ലഞ്ചിന്റെ കൂടെ ഉപ്പേരി ഉണ്ടെങ്കിൽ അത്. എനിക്കങ്ങനെ ദോശയുടെ കൂടെ പുട്ടിന്റെ കൂടെ ഇന്ന കറിയെ പറ്റുള്ള അങ്ങനത്തെ പ്രശ്നമില്ല. എന്ത് കറി, പരിപ്പ് കറി ആയാലും പയറ് കറി ആയാലും എനിക്കങ്ങനെ കുഴപ്പമില്ലാത്തതുകൊണ്ട് അതെനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. എല്ലാ കറിയും എല്ലാത്തിന്റെ കൂടെ കഴിക്കാൻ എനിക്കങ്ങനെ പ്രശ്നമുള്ള ആളല്ല. എനിക്ക് ഈ വെറൈറ്റി കോമ്പിനേഷൻസ് ഒക്കെ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പരിപ്പ് കറി, ഗോതമ്പ് ദോശയും പരിപ്പ് കറി, പുട്ടും. ഞാൻ കൂടുതൽ കഴിച്ചിരുന്നത് ഗോതമ്പ് പുട്ടാണ്. എനിക്ക് പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഗോതമ്പിന്റെ പുട്ടാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ കൂടുതൽ ഞാൻ പുട്ടുണ്ടാക്കും. അപ്പൊ ഉച്ചയ്ക്കും വൈകുന്നേരത്തേക്കും കൂടിയിട്ട് ഒരുമിച്ച് ഉണ്ടാക്കിയിട്ട് വെക്കും. ദോശയാണെങ്കിൽ അങ്ങനെ തന്നെ ഉച്ചയ്ക്കും വൈകുന്നേരത്തേക്കും കൂടിയിട്ട് ഉണ്ടാക്കി വെക്കും. അങ്ങനെ അതാണ് കഴിച്ചിരുന്നത്. എന്തായാലും കുക്കുംബറും ക്യാരറ്റും അതിന്റെ കൂടെ കഴിച്ചിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വെച്ചിരിക്കുന്ന ഉപ്പേരികള് അതൊക്കെ കുറച്ച് കൂടുതൽ കഴിക്കണം. സാമ്പാറാ വെച്ചെന്ന് വെച്ചാൽ അതിലത്തെ വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കും. പിന്നെ ഞാൻ ദോശ ഉണ്ടാക്കുമ്പോഴും പുട്ടുണ്ടാക്കുമ്പോഴും ഉപ്പ് ആഡ് ചെയ്തിരുന്നില്ല. കറിയിലൊക്കെ ഉപ്പ് ഉണ്ടാവില്ല. പിന്നെ എക്സ്ട്രാ ഇതിലേക്ക് ഉപ്പിടേണ്ട ആവശ്യമില്ലല്ലോ. പഞ്ചസാര ഒഴിവാക്കുന്ന പോലെ ഉപ്പും പരമാവധി ഒഴിവാക്കുന്നത് നല്ലതാണ്. ഡയറ്റ് ചെയ്യുമ്പോൾ മാത്രമല്ല, മൊത്തത്തിൽ നമുക്ക് നല്ലതാണ്. അപ്പൊ ഞാൻ ഉപ്പിന്റെ ഉപയോഗം കുറച്ചായിരുന്നു കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായെങ്കിലും പിന്നെ എനിക്ക് അങ്ങനെ ഉപ്പില്ലാത്ത ഒരു പ്രശ്നമേ ആയി തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ലഞ്ചിന് ഞാൻ കഴിച്ചിരുന്നത് ഇതൊക്കെ. പിന്നെ ഡിന്നർ ഞാൻ പരമാവധി 7 മണിയുടെ ഉള്ളിൽ തന്നെ കഴിക്കാൻ നോക്കൂട്ടാ. ഇപ്പൊ ലഞ്ച് ആയാലും ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഒക്കെ കറക്റ്റ് എന്നും ഒരേ ടൈമില് കഴിക്കാൻ പരമാവധി ശ്രമിക്കുക. അത് ഡയറ്റ് ചെയ്യുമ്പോൾ മാത്രമല്ല, എപ്പോഴും. പിന്നെ നമുക്ക് വീട്ടിലത്തെ ജോലി പിള്ളേരൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ എന്നും അങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഡയറ്റ് ചെയ്യുമ്പോഴൊക്കെ പരമാവധി നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഒരേ ടൈമിൽ തന്നെ കഴിക്കാൻ നോക്കാം. അപ്പൊ ഡിന്നർ ഞാൻ എന്തായാലും ഒരു 7 മണിയുടെ ഉള്ളിൽ കഴിച്ച് തീർന്നിരിക്കും. എത്ര നേരത്തെ കഴിക്കാൻ പറ്റുമോ അത്ര നേരത്തെ കഴിക്കും. അപ്പൊ ഈ ലഞ്ചും ഡിന്നറിന്റെ ഇടയ്ക്ക് നമുക്ക് ഈവനിങ്ങിലൊരു സ്നാക്സ് ടൈം ഉണ്ടല്ലോ, ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ചെറുപഴം ഉണ്ടെങ്കിൽ അത് കഴിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഇരിക്കുന്നുണ്ടെങ്കിൽ കഴിക്കും. ഒട്ടും പറ്റില്ല, നല്ല വിശപ്പൊക്കെ ഉണ്ടെങ്കിൽ എഗ്ഗ് ബോയിൽ ചെയ്തത്, അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത്. പിന്നെ ഒന്നും ഇല്ല, അങ്ങനെ ഒന്നുമല്ല കഴിക്കാൻ തോന്നണ, വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇതേപോലെ കുക്കുംബർ, ക്യാരറ്റ്, അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഈ കഴിക്കുന്നതിലത്തെ എന്തെങ്കിലും സാധനങ്ങൾ എക്സ്ട്രാ ഞാനൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അതാ കഴിച്ചിരുന്നത്. പിന്നെ ഡിന്നർ ഞാൻ പരമാവധി ഈ പറഞ്ഞ പോലെ ഗോതമ്പ് ദോശ, പുട്ട് തന്നെ. ലഞ്ചിന് എന്താണോ കഴിച്ചാൽ അത് തന്നെ ഡിന്നറും കഴിക്കാൻ നോക്കും. അതിലും ചിലപ്പോൾ നമ്മളെ വീട്ടിൽ വല്ല കോവക്കായ ഉപ്പേരി, പയറുപ്പേരി, മുതിര, കടല, അങ്ങനത്തെ ഉപ്പേരികൾ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നൈറ്റില് കൂടുതലും അതാണ് കഴിച്ചിരുന്നത്. അപ്പൊ ഉച്ചയ്ക്ക് 2 ദോശ കഴിച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റിൽ ചിലപ്പോൾ 1 ദോശ കഴിക്കുള്ളൂ. പക്ഷെ ഈ ഉപ്പേരികൾ, കടല, മുതിര, പയറ്, ചീര, അങ്ങനെ വെക്കുന്ന ഈ ഉപ്പേരി ഐറ്റംസ് കൂടുതൽ എടുത്തിട്ട് അത് കൂടുതൽ കഴിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ കടലയാണ് അല്ലെങ്കിൽ കോവക്കായൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ കോവക്കായ ഉപ്പേരി വെച്ചത് എടുത്തിട്ട് ഒരു ചീഞ്ചട്ടിലേക്ക് ഇട്ട് ചൂടാക്കുമ്പോ അതിലേക്ക് ഒരു മുട്ട ഇട്ടിട്ട് അത് കുത്തിപ്പൊരിച്ചിട്ട് അത് കഴിക്കും. ഡിന്നർ പരമാവധി ഞാൻ മിക്ക ദിവസം ഞാൻ അങ്ങനെയാണ് കഴിക്കാൻ ശ്രമിച്ചിരുന്നത് കേട്ടോ. പുട്ട് ദോശയൊക്കെ കഴിക്കണേക്കാട്ടും കൂടുതൽ എന്തെങ്കിലും ഉപ്പേരി ആ സമയത്ത് ഡയറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഒരു ഉപ്പേരി ഞാൻ വെക്കലുണ്ടായിരുന്നു ഉച്ചയ്ക്ക്.
അപ്പോ അതാണ് പരമാവധി ഞാൻ കഴിക്കാൻ നോക്കിയിരുന്നത് ഡിന്നറിൽ. നമുക്ക് വയറ് നിറയും ചെയ്യും, പിന്നെ കുറെ ഹെവി ആയിട്ട് കഴിച്ചതിന്റെ ഫീൽ ഉണ്ടാവില്ല, പിന്നെ അത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയത്. അപ്പൊ ഇതായിരുന്നു എന്റെ ഡിന്നർ എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ ഗോതമ്പ് ദോശ, പുട്ടോ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ്, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒരു ഉപ്പേരി എടുത്തിട്ട് അതിലേക്ക് മുട്ട ചിക്കിയിട്ട് ഇട്ടിട്ട് അത് കഴിച്ചിരുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് ഞാൻ ഫുഡ് കഴിച്ചിരുന്നത്. പിന്നെ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക, നന്നായി വെള്ളം കുടിക്കുക. ഞാൻ നന്നായി ശരിക്കും പറഞ്ഞാൽ ആ സമയത്തായിരിക്കും ഞാൻ വെള്ളം കറക്റ്റ് ആയിട്ട് കുടിച്ചിട്ടുണ്ടാകും. നമ്മൾ ഈ പ്രഗ്നന്റ് ആകുമ്പോ എല്ലാവരും കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കും, ഒരു വെള്ളം കുപ്പി കൊണ്ട് നടക്കും, എപ്പോഴും വെള്ളം കുടിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അപ്പൊ ഞാൻ വെള്ളം കറക്റ്റ് ആയിട്ട് കുടിച്ചിരുന്നു കേട്ടോ. ഈ എന്ത് ഫുഡ് കഴിക്കാൻ പോവാണെങ്കിലും അതിന് മുന്നേ ഒരു ഗ്ലാസ് വെള്ളം ആദ്യം കുടിച്ചാൽ തന്നെ നമുക്ക് ഈ ഓവറായിട്ടുള്ള വിശപ്പ് അങ്ങോട്ട് പോയി കിട്ടും. എന്നിട്ട് ഫുഡ് കഴിച്ചാൽ അധികം അങ്ങോട്ട് കഴിക്കാൻ തോന്നില്ല. അതൊന്ന് ശ്രദ്ധിച്ച് നോക്കി നോക്കിട്ട് എല്ലാവരും നല്ലോണം വെള്ളം കുടിക്കുക, എപ്പോഴും വെള്ളം കുടിക്കുക. ദാഹിക്കുമ്പോ മാത്രല്ല, എപ്പോഴും ഈ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം കുടിക്കില്ല, അതുപോലെ തന്നെ ഇടയ്ക്ക് വെള്ളം കുടിക്കുക കേട്ടോ. ഇത് ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഒരു ഫെബ്രുവരിയിലാണ്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ. ഫെബ്രുവരിയിൽ ഞാൻ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നത് 74 kg ആണ്. 74 kg ചിലപ്പോൾ കൂടുതലായിരിക്കും കേട്ടോ, കുറയാൻ എന്തായാലും ചാൻസ് ഇല്ല. ജൂലൈ ഒക്കെ ആവുമ്പോഴേക്കും ഞാൻ 48-47 kg എത്തി. ജൂലൈ വരെ എത്തേണ്ടി വന്നിട്ടില്ല. ജൂൺ ആവുമ്പോഴേക്കും തന്നെ ഞാൻ എന്റെ ടാർഗറ്റ് ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഞാൻ പറഞ്ഞില്ല, ഞാനത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിട്ട് വീണ്ടും ഇതേ ഡയറ്റും ഇതേ വർക്കൗട്ട് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഒറ്റയ്ക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടിയാലോ എന്ന് മേടിച്ചിട്ട്. അപ്പൊ അതില് ഞാൻ ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്ത് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലൊക്കെ ആവുമ്പോഴേക്കും, മാർച്ച് പകുതി ആവുമ്പോഴേക്കും തന്നെ 5-6 കിലോ കുറഞ്ഞിട്ടുണ്ട്. ഏപ്രിലൊക്കെ ആവുമ്പോഴേക്കും 10-15 കിലോ ഞാൻ കുറഞ്ഞു. പിന്നെ മെയ്, ജൂൺ ഒക്കെ ആവുമ്പോഴേക്കും ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ എന്റെ വെയിറ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്തു. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞില്ലേ, ഷുഗർ കട്ട് ചെയ്താൽ തന്നെ നമ്മുടെ വെയിറ്റ് പെട്ടെന്ന്. അപ്പൊ ഇത്രയൊക്കെ ഉള്ള എന്റെ ഫുഡ് റൂട്ടീൻ എന്ന് പറയുന്നത്. ഞാൻ വീണ്ടും പറയാണ്, ഷുഗർ പരമാവധി ഒഴിവാക്കുക, ആഡഡ് ഷുഗർ ഒഴിവാക്കുക. ഷുഗർ ഒഴിവാക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് ഈ ഫ്രൂട്ട്സ് കഴിക്കുന്നത് കൊണ്ടൊന്നും പ്രശ്നമില്ല കേട്ടോ. നല്ല മധുരമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും കഴിക്കാം. ഞാൻ കഴിച്ചിരുന്നു, എനിക്ക് കുഴപ്പം തോന്നിയിട്ടില്ല. ഫ്രൂട്ട്സ് ഒക്കെ പരമാവധി നന്നായി കഴിക്കുക, വെജിറ്റബിൾസ് കഴിക്കുക, നന്നായി വെള്ളം കുടിക്കുക. നമ്മളെ ആവശ്യമില്ലാതെ കഴിക്കുന്ന ബേക്കറി അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ പരമാവധി ഒഴിവാക്കുക. പുറത്തുനിന്നുള്ള ഫുഡ് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. പിന്നെ കഴിച്ചേ പറ്റി, ജോലിക്ക് പോകുന്നവർക്കൊക്കെ ചിലപ്പോൾ കഴിക്കാതിരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ ഒരു നേരമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളപ്പ നെക്സ്റ്റ് ഇപ്പൊ ലഞ്ച് പുറത്തുനിന്ന് കഴിച്ചാൽ ഡിന്നർ നമ്മൾ അതുപോലെ കൺട്രോൾ ചെയ്യാം. അല്ലെങ്കിൽ ഇനിയിപ്പോ ഡിന്നർ പുറത്തുനിന്ന് കഴിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തെ ലഞ്ച് നമ്മളൊന്ന് കുറയ്ക്കുക. അങ്ങനെ ഒരു നേരം ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചാൽ അടുത്ത നേരം നമ്മൾ പരമാവധി കുറച്ച് കഴിക്കുക. അങ്ങനെയൊക്കെ ചെയ്യാട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണട്ടെ. നെക്സ്റ്റ് വീഡിയോയില് ഞാൻ ചെയ്ത വർക്കൗട്ട് ഏത് ആപ്പ് ഉപയോഗിച്ചെന്നൊക്കെ പറയട്ടെ. അപ്പൊ പിന്നെ കാണാം. അപ്പൊ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.